ന്റെ പ്രഭാത മഞ്ജരിയിലേക്ക് എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ പറയുന്ന എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? യെസ്. കുറച്ച് ദിവസമായി നമ്മൾ ക്ലാസ്സിലൊക്കെ കണ്ടിട്ട് നല്ല ഓട്ടത്തിലായിരുന്നു. വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു ഒഫീഷ്യൽ ജോലിയല്ലല്ലോ നമ്മളുടേത്. രാവിലെ 5 മണിക്കും 6 മണിക്കൊക്കെ ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ എഴുന്നേറ്റ് അങ്ങനെ ഓടാൻ പറ്റില്ലല്ലോ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുളിച്ച് കോസ്റ്റ്യൂമൊക്കെ എടുത്ത് പോകുമ്പോഴേക്ക് തന്നെ വണ്ടി താഴെ വന്നിട്ടുണ്ടാവും. അങ്ങനെ പോയി പിന്നെ രാത്രി 12:30 1 മണി 1:30ക്കൊക്കെയാണ് തിരിച്ചെത്തുന്നത്. അപ്പം അതിൻ്റെതായ ക്ഷീണം ഉണ്ടാവും. തിരിച്ചു വന്ന് വീട്ടിലെ ജോലികൾ ഇഷ്ടംപോലെ ഉണ്ടാവും. 1 തൊട്ട് 10 വരെയുള്ള ജോലികൾ. അപ്പം അതെല്ലാം ചെയ്ത് എല്ലാം വരുമ്പോഴേക്കും നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്. അതുകൊണ്ടാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റാതിരുന്നത്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ജപങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും മുടക്കരുത്. കേട്ട ക്ലാസ്സുകൾ വീണ്ടും കേൾക്കുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല. പിന്നെ എന്താ പറയുക, നമ്മുടെ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഇരുന്ന് അത് കേൾക്കുക, മനസ്സിലാക്കുക, അതുപോലെ ഷെയർ ചെയ്യുക. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതെല്ലാം ചെയ്യാം. ജോലി മാറ്റി വെക്കാൻ കഴിയില്ലല്ലോ, അറിയാലോ. എൻ്റെതായ കാര്യങ്ങളും കുടുംബത്തിൻ്റെ കാര്യവും നടന്നു പോകണമെങ്കിൽ ഞാൻ ജോലിക്ക് പോയേ പറ്റൂ. ജോലി മാറ്റി വെച്ചിട്ട് നമുക്കൊന്നും ഉപജീവനമാർഗം കണ്ടെത്താണ്ട് നമുക്കൊന്നും പറ്റില്ലല്ലോ. അപ്പം ഹരേ കൃഷ്ണ സന്തോഷേട്ടാ. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ ഷെഡ്യൂൾ ബ്രേക്കാണ്. ഇതിൻ്റെ ഇടയിൽ വേറെ ഏതെങ്കിലും ഒരു വർക്ക് വന്നാൽ വീണ്ടും ഷൂട്ടിന് ഇറങ്ങേണ്ടി വരും. അതർവൈസ് എനിക്ക് 1-ാം തീയതി മുതലാണ് വീണ്ടും ഷൂട്ട്. ഡബ്ബിംഗ് ഒക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നു. ഇടയ്ക്കൊന്ന് സന്തോഷേട്ടൻ വിളിച്ചിരുന്നു, എവിടെയാ കുട്ടി കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇല്ല സന്തോഷേട്ടൻ ഷൂട്ടിലാണ്. പിന്നെ ലൊക്കേഷനിൽ നമുക്കധികം മൊബൈൽ എടുത്ത് സംസാരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ കഴിയുന്നത് എല്ലാവരും മെസ്സേജ് ഇട്ട് വെക്കുക. ഒരുപാട് മെസ്സേജ് മഞ്ജരീസിലുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് മെസ്സേജുകളായി നോക്കാം. ഇന്നലെയും രാത്രി ഒരു 2-2:30 വരേക്ക് ഇരുന്ന് മെസ്സേജുകളെല്ലാം നോക്കി. അതിൻ്റെ ക്ഷീണമാണ് കണ്ണിൽ, മറ്റൊന്നുമല്ല. കാരണം എല്ലാ കാര്യങ്ങളും നടന്നു പോകണമല്ലോ. അപ്പം ഞാൻ ക്ലാസ് എടുക്കാത്ത ദിവസങ്ങളിലുള്ള ഹാരം ഞാനിവിടെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഭഗവാൻ അത് ചാർത്തിയിട്ട് ഫോട്ടോ ഇടുന്നുണ്ട്. പിന്നെ ജനുവരി 8 മുതലുള്ള ഹാരങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അറിയാലോ, ഗുരുവായൂർ അമ്പലത്തിലേക്കുള്ള യാത്രയും പിന്നെ എനിക്ക് എറണാകുളം യാത്രയും എല്ലാം കൂടെ വന്നതുകൊണ്ടാണ് പെൻഡിങ് ആയത്. അതെല്ലാം ഈ ദിവസങ്ങളിൽ ഇട്ടിട്ട് അതാത് ആരൊക്കെയാണോ ഹാരം അണിയുന്നത്, നിവേദ്യം സമർപ്പിക്കുന്നത് അവർക്ക് ഇൻഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഹാരം വാമിക ഉത്രാടം ഹാരവും നിവേദ്യവും. വാമികയ്ക്ക് ഗുരുവായൂർ മഞ്ജരീസിലൂടെ കിച്ചൂട്ടൻ്റെയും ശ്രീമതി രാധാറാണിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാ പ്രതിസന്ധികളും ജീവിതത്തിൽ തരണം ചെയ്ത് ഒരു ഉത്തമയായ കൃഷ്ണാവബോധമുള്ള വ്യക്തിത്വമായി മാറാൻ വാമികയ്ക്ക് ശ്രീമതി രാധാറാണിയുടെയും കിച്ചൂട്ടൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാതാജി വിഷ്ണു സഹസ്രനാമം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമവും ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഹാരം ഇടുന്നത്. അതുകൊണ്ടാണ് അത് മറ്റൊരാളെ ഞാൻ ഏൽപ്പിക്കാത്തത്. അത് ഞാൻ തന്നെ ചെയ്താലേ എനിക്കതൊരു സംതൃപ്തി കിട്ടും. അതർവൈസ് എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. വെറുതെ ഒരു മാലയെടുത്ത് ഭഗവാന്റെ കഴുത്തിലിടുന്ന ഒരു കാര്യമല്ല ഞാനിവിടെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇനിയും വന്നിട്ട് എനിക്ക് ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തത്. രജനി മാതാജി നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ അന്നേ പറഞ്ഞു. ഓരോരുത്തരുടെയും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ഇട്ടിട്ട് വരുമ്പം മാതാജിയുടേതും വരും കേട്ടോ, വിഷമിക്കേണ്ട. പിന്നെ നമ്മളിന്നിപ്പോൾ ഗീതയാണ് എടുക്കുന്നത്. അന്നദാനങ്ങളൊക്കെ കുറച്ച് കൊടുക്കാനുണ്ട്. ഇങ്ങനെ കൊടുത്ത് വരികയാണ്. അപ്പം നാളെ മുതൽ അന്നദാനമൊക്കെ കൊടുത്ത് തുടങ്ങാം. മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യാം. അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയറിംഗ് ഒക്കെ എനിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. ഷെയറിങ്ങിൻ്റെ കാര്യം കാണുമ്പം ഒരുപാട് ഓരോ ക്ലാസ്സുകളും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷം. ശ്രീകുട്ടി മാതാജി ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ? എൻ്റെയും മാല ഇട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാതിരിക്കൂ. ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ മനസ്സിലായില്ലേ? എനിക്ക് അന്നദാനമായാലും ഹാരമായാലും എനിക്കത് ചാർത്തിയിട്ടുണ്ടെങ്കിൽ, അന്നദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈവ് ഇട്ട് കാണിക്കണമെന്ന് നിർബന്ധമാണ്. കാരണം ലൈവ് ഇടുന്ന ഫോണിലാണ് എനിക്ക് കോൾസ് വരുന്നത്. ഞാൻ അതും കൊണ്ട് എനിക്കത് മറ്റൊരാളെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ ആരുടെ മൊബൈൽസും നമുക്ക് മറ്റൊരാളെ ഏൽപ്പിച്ച് പോകാൻ കഴിയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. മനസ്സിലായില്ലേ? അതിൻ്റെ റീസൺ മനസ്സിലാക്കൂ.
അപ്പം നിങ്ങളത് തന്നു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യണം, ചെയ്താൽ എനിക്കത് ലൈവ് ഇടണം, അറ്റ്ലീസ്റ്റ് ഫോട്ടോ എങ്കിലും എനിക്ക് ഇട്ട് തരണം, നിർബന്ധമാണ്, അല്ലാതെ ഞാനൊന്നും ചെയ്യില്ല. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാനതെല്ലാം പെൻഡിങ് വെച്ചത്. പിന്നെ കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് അല്ലേ, നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന വലിയൊരു കാര്യമാണ് കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ചെയ്ത ഒരു വലിയ അപരാധം. അപ്പം അതൊരിക്കലും അവരുടെ ഭാഗത്തു നിന്ന് വരാൻ പാടുള്ള ഒരു കാര്യമായിരുന്നില്ല. അതിനെതിരെ ഗുരുവായൂർ മഞ്ജരീസ് കടുത്ത പ്രതിഷേധം അർപ്പിക്കുന്നു. അങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാനിവിടെ ഉപയോഗിക്കില്ല. അങ്ങനെ ഒരു പ്രതിഷേധവും ഞാൻ അർപ്പിക്കുന്നില്ല. കാരണം അവരുടെ വിവരില്ലായ്മയെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലെ. അപ്പൊ ആ വിവരമില്ലായ്മയ്ക്കെതിരെ നമ്മൾ പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയാൽ പിന്നെ അവരും നമ്മളും തമ്മിലൊരു വ്യത്യാസവും ഇല്ല. ഇതിനോടകം തന്നെ സമൂഹത്തിൽ പലരും അതേക്കുറിച്ച് പ്രതിഷേധങ്ങളും പല പല കാര്യങ്ങളും അർപ്പിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് അവരത് മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ മോശമായി പോയി എന്ന് തന്നെ പറയാനേ എനിക്ക് പറ്റൂ. കാരണം ഒരിക്കലും കാരണം ഞാനും ഒരു കലയിൽ ജീവിക്കുന്ന, അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതമാർഗം കലയാണ്. അപ്പൊ ആ കലയെ അത്രത്തോളം അവഹേളിച്ച്, നിറത്തിന്റെ പേരിൽ അവഹേളിച്ച് സംസാരിച്ചത് അത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഒരിക്കലും പാടില്ല. പ്രത്യേകിച്ച് കലാഭവൻ മണിച്ചേട്ടനെ പോലെ ഉയർന്ന ഒരു വ്യക്തിത്വത്തിന്റെ സഹോദരനെതിരെ. കാരണം ഞാനും പല പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് ഡാൻസിന്റെ ചില സ്റ്റെപ്സുകളൊക്കെ കിട്ടണം എന്ന് ആഗ്രഹിക്കുമ്പം ഈ പറയുന്ന RLV രാമകൃഷ്ണൻ മാസ്റ്ററിന്റെ പല പല സ്റ്റെപ്സുകൾ ഞാനും ട്രൈ ചെയ്യാറുണ്ട്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ നല്ല ഭാവങ്ങളോടുകൂടി തന്നെയാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അവിടെ ഒരു കളറിനോ ഒന്നിനും പ്രസക്തിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്കും സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു മാനദണ്ഡമായിട്ട് തോന്നാറില്ല. കാരണം ചിലപ്പം നമ്മൾ നല്ല ഭംഗിയായിട്ടൊക്കെ, ഇപ്പം ഞാൻ ഡിസംബറിലെ ആകാശം എന്ന് പറയുന്ന ഒരു സീരിയൽ ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഡയറക്ടർ ലിനു ചേട്ടൻ, വൈറ്റ് എന്ന് പറയുന്ന മമ്മൂട്ടി സാറിന്റെ പടം ചെയ്ത ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് ഹൈബ്രോസ് എടുക്കരുത് എന്നായിരുന്നു. ഒരു കാരണവശാലും ഹൈബ്രോസ് എടുക്കരുത്, മൂക്കുത്തി ഊരിക്കളയണം, നെയിൽ പോളിഷ് പാടില്ല, ഫേഷ്യലോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ 2 വീക്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ലൊക്കേഷനിൽ എത്തുമ്പം വളരെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയ, വളരെ നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന രോഗിയായ ഒരു സ്ത്രീയുടെയും കുഞ്ഞിന്റെയും കഥ പറയുന്ന സീരിയലായിരുന്നു അത്. കിഡ്നി പേഷ്യന്റ് ആയ റോസി എന്നൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രത്തിന് വേണ്ടി നമ്മൾ അതുപോലെയായി. അപ്പൊ അതേപോലെ തന്നെയാണ് ടേക്ക് ഓഫ് പടം ചെയ്യുന്ന സമയത്തും ഞങ്ങൾക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് അങ്ങനെയായിരുന്നു. കാരണം ഇറാഖ് യുദ്ധത്തെ പ്രമാണിച്ച് നിരവധി ഇന്ത്യൻ നഴ്സസിനെ ഇറാഖ് തടങ്കിൽ വെച്ച ഒരു സ്റ്റോറി ആയിരുന്നു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുളിക്കാറ് തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. മുടിയൊന്നും ചെയ്യാറില്ല, കുളിക്കില്ല, ഫേസ് വാഷ് മാത്രം ചെയ്യും. അതായത് മേല് വെള്ളം ഒഴിച്ചാലും സോപ്പിടില്ല, ആ ഒരു ഫ്രഷ്നെസ് പാടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കഥാപാത്രമായി ജീവിക്കാൻ ഒരു ആർട്ടിസ്റ്റ് തുടക്കം കുറിക്കുമ്പം അവർ പൂർണ്ണമായിട്ടും ആ കഥാപാത്രമായി മാറണമെങ്കിൽ ഒരിക്കലും അവിടെ നിറത്തിനോ സൗന്ദര്യത്തിനോ യാതൊരു മാനദണ്ഡവും ഇല്ല. വെളുത്തവരും സ്ത്രീകളും മാത്രമല്ല മോഹിനിയാട്ടം ചെയ്യുന്നത്, അത് തന്നെ വലിയൊരു തെറ്റാണ്. മോഹിനി വേഷം കെട്ടിയത് തന്നെ ആരാണ്? ഭഗവാനാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം അവർ പറഞ്ഞ ആ ഒരു വേർഡ്സിനോട് എനിക്കും വിയോജിപ്പുണ്ട്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഒരു അഭിപ്രായങ്ങളും ചിന്തിക്കാതെ സംസാരിക്കാതിരിക്കട്ടെ. പ്രത്യേകിച്ച് കലാകാരന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ കലാകാരികളായിരിക്കുന്ന വ്യക്തികളെ ഒരിക്കലും ആക്ഷേപിക്കരുത് ഒരാളിനെയും. ഗുരുവായൂർ മഞ്ജരീസിലുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കുള്ള കഴിവുകൾ ചിലപ്പോൾ എനിക്കുണ്ടാവില്ല, എനിക്കുള്ള കഴിവുകൾ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവില്ല. നമ്മളൊരു കഴിവിന്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരിലോ സമ്പാദ്യത്തിന്റെ പേരിലോ ആരോഗ്യത്തിന്റെ പേരിലോ ഒരാളെയും നമ്മൾ അവഹേളിക്കരുത്. ചിലപ്പം നിങ്ങളിൽ പലരും വലിയ ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്യുന്നവരായിരിക്കാം. ഇപ്പം നമ്മുടെ സന്തോഷേട്ടനെ പോലെയുള്ള വ്യക്തികളൊക്കെ കേണലായിട്ട് ഉയർന്ന പദവിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. അപ്പൊ അവരൊന്നും അവരൊന്നും നമ്മളെ വേർതിരിച്ച് ഒരിക്കലും കാണാറില്ല അല്ലെ, ഒരിക്കലും വേർതിരിച്ച് കാണാറില്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മളും അതൊരു വലിയ പാഠമായിട്ട് ജീവിതത്തിൽ ഉൾക്കൊള്ളുക. നമ്മൾ ആരെയും വേർതിരിച്ച് കാണരുത്, ഒരാളിനെയും. നമ്മൾ എല്ലാവരും ഈക്വലാണ്. ആർക്കും ആരെ പോലെ ആവാനും കഴിയില്ല. ഞങ്ങൾക്കൊക്കെ ഒരു ആർട്ടിസ്റ്റ് ആവാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ വളരെ കഷ്ടപ്പെട്ട ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മാത്രം ഒരു കഥാപാത്രമായി മാറാനേ സാധിക്കൂ. അതിന് തന്നെ എന്തുമാത്രം ഒബ്സർവേഷൻ ചെയ്യുന്നു എന്നറിയാമോ, എത്രമാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നറിയാമോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരാളെയും നമ്മൾ തരം താഴ്ത്തി കാണരുത്, ഒരു കാരണവശാലും കാണരുത്. എല്ലാവർക്കും അവരുടേതായ സ്വതസിദ്ധമായ കഴിവുകൾ ഉണ്ടാവും
അല്ലെ? അവർക്ക് അവരുടേതായ അറിവുകൾ ഉണ്ടാവും, സംസ്കാരങ്ങൾ ഉണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. എന്തിനാണ് നമ്മൾ ഒരാളെ വില കുറച്ച് കാണുന്നത്? ഒരിക്കലും വില കുറച്ച് കാണരുത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു തുല്യതയുള്ള മനോഭാവത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. ഞാനൊക്കെ എപ്പോഴും ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വരുന്ന കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. ഈ പാസിങ്ങിന് നിൽക്കുന്നവരും സൈഡിൽ വന്നിരിക്കാൻ നിൽക്കുന്നവരും കല്യാണ വീടുകളിൽ കല്യാണം കൂടാൻ വരുന്നവരും. അപ്പൊ അവരെ ഒന്നും അവരൊക്കെ നോക്കി ഞാൻ ചിരിക്കും, ഗുഡ് മോർണിംഗ് പറയും, കഴിച്ചോ എന്ന് ചോദിക്കും. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു ലൊക്കേഷനിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ചെയ്യേണ്ട കഥാപാത്രം അത് അവർ തന്നെ ചെയ്യണം. അതൊരിക്കലും ഒരു മെയിൻ ആർട്ടിസ്റ്റ് വന്ന് ചെയ്യില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും ചെയ്യില്ല. കാരണം മെയിൻ ആർട്ടിസ്റ്റുകളുടെ ടൈമിന് ഭയങ്കര വാല്യൂ ആണ്. കൃത്യമായിട്ട് അവർക്ക് ടൈമിന് ഭയങ്കര വാല്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഡേറ്റിനും വാല്യൂ ആണ്. നമ്മളോടൊക്കെ നേരത്തെ ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഷൂട്ടിന് വിളിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഒരു വ്യക്തിയെയും നമ്മൾ അവഹേളിച്ച് കാണരുത്, ഒരു കാരണവശാലും കാണരുത്. ഓരോരുത്തർക്കും ഭൂമിയിൽ ഓരോരോ സ്ഥാനം ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്ഥാനങ്ങൾ, ആ കർമ്മങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ട് പോവുക. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് നോക്കി അവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ കുറവുകൾ കണ്ടെത്തി അത് 10 പേരോട് പറഞ്ഞ് അത് മാറി നിന്ന് ഡിസ്കസ് ചെയ്ത് അതേക്കുറിച്ച് ഇങ്ങനെ ചെയ്ത് എനിക്കും ജീവിതത്തിൽ പറ്റിയ അബദ്ധം തന്നെയാണ്. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, ആരും പുണ്യവാന്മാരല്ല. പക്ഷെ ഓരോന്നും നമ്മൾ ജീവിതത്തിൽ കൃഷ്ണാവബോധത്തിലേക്ക് ഉയരും തോറും നമ്മൾ മാറ്റി മാറ്റി കൊണ്ടുവരണം. അതെല്ലാവർക്കും കഴിയാത്തൊരു കാര്യമാണ്. അപ്പം നമ്മളും അതുപോലെ ഒരു ഈക്വൽ ആയിട്ടുള്ള മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോവുക. വെറുതെ വന്ന് കുറച്ച് ശ്രീല പ്രഭുപാജി എഴുതി വെച്ച ഗീത അതേപോലെ വായിച്ച് അതേ ശ്ലോകം വായിച്ച് അതിന്റെ ഭാവാർത്ഥം പറഞ്ഞു പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് മഞ്ജരീസിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. ഞാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. നമ്മളെല്ലാവരും വളരെ എത്രത്തോളം താഴ്മയിൽ ജീവിച്ചു പോകാൻ പറ്റും അത്രത്തോളം താഴ്മയിൽ ജീവിച്ചു പോവുക. നമ്മളുടെ നേരെ ആര് എന്ത് വിഷമം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതൊക്കെ ചോദ്യം ചെയ്യാൻ ഭഗവാനുണ്ട്. നമ്മൾ അതിനൊന്നും ഉത്തരം കൊടുക്കാതിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷം ജീവിതത്തിൽ നിലനിർത്താൻ പറ്റും. പിന്നെ എല്ലാവരും അവനവൻ്റെ പ്രൊഫഷനൊക്കെ നന്നായി ശ്രദ്ധിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, ജപം ശ്രദ്ധിക്കുക, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. മാക്സിമം പീസ്ഫുൾ ആയിട്ടിരിക്കുക. ഞാനും ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്ത് വരികയാണ്. അപ്പം സ്വമേധയാ നിങ്ങളും ഒക്കെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇതുവരെ ഗീതയിൽ പഠിച്ചത് എത്രാമത്തെ അധ്യായമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏത് അധ്യായമായിരുന്നു നമ്മൾ പഠിച്ചത്? എത്രാമത്തെ അധ്യായമായിരുന്നു നമ്മൾ പഠിച്ചത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 6 അല്ല, 4-ാമത്തെ അധ്യായമാണ്. ഓക്കെ, 4-ാമത്തെ അധ്യായത്തില് നമ്മൾ ഇനി 11-ാമത്തെ ശ്ലോകത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. സന്തോഷേട്ടാ, ഫാസ്റ്റ് ആയി പോയോ? യേ യഥാ മാം പ്രപദ്യന്തേ താംസ്തദൈവ ഭജാമ്യഹം മമ വർത്താത്മു വർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. യേ എന്ന് പറഞ്ഞാൽ യാതൊരുവൾ, യാതൊരുവൾ. ഓക്കെ, യാതൊരു പ്രകാരം ഏതൊരു സ്ത്രീയായാലും ഏതൊരു പുരുഷനായാലും ഏതൊരു രീതിയിലായാലും നമ്മൾ ഭഗവാന് ശരണം പ്രാപിക്കുന്നുവോ, എപ്പോഴാണോ നമ്മൾ ജീവിതത്തിൽ ഭഗവാന് ശരണം പ്രാപിക്കുന്നത് ആ രീതിയിൽ ഭഗവാൻ നമ്മൾക്ക് പ്രതിഫലം നൽകുമെന്നാണ് പറയുന്നത്. നമ്മൾ ഏത് രീതിയിൽ ഭഗവാനെ സമീപിച്ചാലും, അതായത് സുഹൃത്തായിട്ട് കണ്ടാലും ശരി, ഗുരുവായി കണ്ടാലും ശരി, കൂട്ടുകാരനായി കണ്ടാലും ശരി, സഹോദരനായി കണ്ടാലും ശരി, ഭർത്താവായി കണ്ടാലും ശരി, എങ്ങനെ ഏത് രീതിയിൽ നമ്മൾ ഭഗവാനെ അച്ഛനായിട്ട് കണ്ടാലും ശരി, അമ്മയായിട്ട് കണ്ടാലും ശരി, നമ്മൾ ഏത് രീതിയിലാണോ ഭഗവാനെ നമ്മളിനി ഒരു കുഞ്ഞായിട്ട് കണ്ടാലും ശരി, എങ്ങനെയാണോ നമ്മൾ ഭഗവാനെ അഭയം പ്രാപിക്കുന്നത് ആ രീതിയിൽ ഭഗവാൻ നമുക്ക് എന്ത് തരും? അനുഗ്രഹം നൽകുമെന്നാണ് പറയുന്നത്. അതിനുള്ള പ്രതിഫലം ഭഗവാൻ നമുക്ക് നൽകിയിരിക്കും. പാർത്ഥ, ഭഗവാൻ പറയാണ്, അല്ലയോ പാർത്ഥ, സർവരീതിയിലും മനുഷ്യർ എന്റെ വഴിയെ പിന്തുടരുന്നു. മനസ്സിലായില്ലേ? എല്ലാ രീതിയിലും നമ്മൾ എന്താ ചെയ്യുന്നത്? ഭഗവാന്റെ വഴിയെ നമ്മൾ പിന്തുടരുകയാണ്. നമുക്ക് ഭഗവാൻ കാണിച്ചു തന്ന ആ ഒരു വഴിയുണ്ട്. പക്ഷെ ആ വഴിയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. അതെല്ലാവർക്കും അതെ, നമുക്ക് എല്ലാവർക്കും അതെ.
നമ്മൾ എത്ര ജപിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ഗുരുവായൂരമ്പലത്തിൽ പോയാലും, നമ്മൾ എത്ര 16 നിയമങ്ങൾ എന്താ പറയാ 4 യമനിയമങ്ങൾ പാലിച്ചാലും, നമ്മൾ 16 മാല ചൊല്ലിയാലും, എന്തൊക്കെ നാമാപരാധങ്ങൾ ശ്രദ്ധിച്ചാലും നമ്മൾ ഭഗവാന്റെ വഴികളിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം പ്രയാസമാണ്. കാരണം നന്മയുടെ വഴി എന്നും ടഫാണ്. മനസ്സിലായില്ലേ? നമ്മൾ പോകുന്ന വഴികളിൽ നമ്മളെ തളർത്താൻ, നമ്മൾ ശരി ചെയ്താലും തെറ്റ് ചെയ്താലും നമ്മളെ തളർത്താൻ പല പല പ്രതിസന്ധികൾ ഉണ്ടാവും. അപ്പൊ ഇതിനെല്ലാം തരണം ചെയ്ത് നമ്മൾ പോണമെന്നാണ് ഭഗവാൻ പറയുന്നത്. അത് ഒരു ജന്മം കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമല്ല. കുറേ ജന്മങ്ങൾ എടുത്താലേ അത് സാധിക്കൂ. നമുക്ക് പറയാം നമ്മൾ പെർഫെക്റ്റ് ആണെന്ന്, പക്ഷേ നമ്മളിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് വലിയൊരു വാസ്തവമാണ്, വലിയൊരു സത്യമാണ്. അങ്ങനെ ഓരോ നിമിഷവും നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കി നമ്മുടെ പോരായ്മകളെല്ലാം മനസ്സിലാക്കി അതിനെല്ലാം തരണം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ വഴികളിലേക്ക് പോകണം. എങ്കിലേ ഭഗവാൻ നമ്മൾക്ക് അതിനുള്ള പ്രതിഫലം തരും. അല്ലാതെ നമ്മളൊരു 10 ദിവസം പോയിട്ട് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു 10 ദിവസം നമ്മൾ കൃത്യമായി 16 മാല ജപിച്ചത് കൊണ്ടോ ഒന്നും നമുക്ക് പ്രതിഫലം കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾക്ക് ഭഗവാനിൽ നിന്നൊരു പ്രതിഫലം ലഭിക്കണമെങ്കിൽ കാത്തിരിക്കുക എന്നുള്ള 4 അക്ഷരം തന്നെ പ്രാവർത്തികമാക്കണം. അത് നിർബന്ധമാണ്. അത് ഏതൊരു ജീവാത്മാവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ക്ഷമയോടെ കാത്തിരിക്കുക. ധൃതി വെച്ചിട്ടും കാര്യമില്ല, ഭഗവാനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല, ഭഗവാനിൽ നിന്ന് അകന്നു പോയിട്ടും കാര്യമില്ല, ഭഗവാനെ ചോദ്യം ചെയ്തിട്ടും കാര്യമില്ല, ഒന്നും കാര്യമില്ല. ക്ഷമയോടെ കാത്തിരിക്കുക ഭഗവാനെ. എത്രത്തോളം കാത്തിരിക്കാൻ പറ്റുമോ അത്രത്തോളം ജീവിതത്തിൽ കാത്തിരിക്കുക. അങ്ങനെ കാത്തിരുന്ന് ഒരു ദിവസം ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കും. അതേതെങ്കിലും ഒരു സമയത്ത് അദ്ദേഹത്തിന് അറിയാം അവർക്ക് അനുഗ്രഹം കൊടുക്കേണ്ട സമയമായി എന്ന് തോന്നുമ്പോൾ അദ്ദേഹം നമുക്ക് നിശ്ചയമായിട്ടും അനുഗ്രഹം തന്നിരിക്കും. ഓക്കെ? ആരെയും ഭഗവാൻ കൈവിടില്ല, ഒരു മനുഷ്യനെയും ഭഗവാൻ കൈവിടില്ല. മനുഷ്യവർഗത്തോട് ഭഗവാൻ ഒരു പ്രത്യേക മമതയുണ്ട്, പ്രത്യേക സ്നേഹമുണ്ട് ഭഗവാൻ. കാരണം ഭഗവാനെ തിരിച്ചറിയാൻ ഭഗവാൻ കൊടുത്ത നല്ലൊരു ജന്മമാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. ക്ലിയർ? എന്നിൽ ശരണം പ്രാപിക്കുന്നതിനനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം കൊടുക്കുന്നു. ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു വിഗ്രഹം വാങ്ങി വീട്ടിൽ വെച്ച് നിവേദ്യം കൊടുത്ത് ഭഗവാനെ എന്ന് പറഞ്ഞ് 24 മണിക്കൂർ അതിന്റെ താഴെ കിടന്നെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഒരിക്കലും ഭഗവാനിലേക്ക് അടുക്കുന്നില്ല. നമ്മൾ ഭഗവാനിലേക്ക് ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരണം. അങ്ങനെയാണ് ശരണം പ്രാപിക്കുന്നത്. അല്ലാതെ ഞാൻ ദിവസവും രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഞാൻ മാസം ഗുരുവായൂർ പോകുന്നുണ്ട്, ഞാൻ 16 മാല ജപിക്കുന്നുണ്ട്, ഞാൻ എല്ലാ റൂൾസും ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മാറി നിന്ന് കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ പിന്നെ അതെങ്ങനെ ശരണം പ്രാപിക്കുന്ന അവസ്ഥയോ? അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് വീണ്ടും നമുക്ക് അത്യാർത്തി കൂടുന്ന ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ പരാതികൾ പറയുന്ന ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഉള്ളവരെ മനസ്സിലാക്കാത്തൊരു സ്വഭാവമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഭഗവാനിൽ ശരണം പ്രാപിക്കാൻ സാധിക്കുന്നത്? നമ്മൾ ഓരോന്നും മാറ്റണം ജീവിതത്തിൽ നിന്ന്, ഓരോരോ കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റണം. ശരിയല്ല എന്ന് തോന്നുന്ന എല്ലാ കാര്യവും ജീവിതത്തിൽ നിന്ന് മാറ്റണം. അത് നിർബന്ധമാണ്. അതെല്ലാം മാറ്റി നമ്മൾ എന്താ പറയാ ഒരു വല്ലാത്തൊരു സുഖമുള്ള ഒരവസ്ഥയിൽ നമ്മൾ നിൽക്കുക. ലെസ് ടോക്ക്, അത് നിർബന്ധമാണ്. സംസാരം കുറച്ച് വൈഡായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. അതൊരു നല്ല കോട്ടാണ്. മനസ്സിലായില്ലേ? നമ്മൾ മാക്സിമം ശബ്ദം കുറയ്ക്കുക, അല്ലെങ്കിൽ സംസാരം കുറയ്ക്കുക. നമ്മൾ എത്രത്തോളം സംസാരം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ മനസമാധാനം കിട്ടും. ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. എത്രത്തോളം നമ്മൾ നിശബ്ദത, അതെവിടെയാണെങ്കിലും ശരി, കുടുംബത്തിലായാലും ശരി, പുറത്തായാലും ശരി, കൂട്ടുകാർക്കിടയിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, എത്രത്തോളം സംസാരം കുറയ്ക്കുന്നുവോ അത്രത്തോളം നമുക്ക് ശാന്തത വരും ജീവിതത്തിൽ. അത് വളരെ വാസ്തവമാണ്. എന്നിട്ട് നമ്മൾ കുറേ ചിന്തിക്കുക. ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ്. കുറേ ചിന്തിക്കും, ഞാൻ ഒരുപാട് ചിന്തിക്കും. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇനി ഭഗവാനോട് അടുക്കാൻ എന്ത് ചെയ്യണം? ഞാൻ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ചിന്തിക്കും. ഒരു വൈഡായിട്ടിരിക്കുന്ന ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു വേറെ ഒരു മൈൻഡിലേക്ക്, അതെനിക്ക് എങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ആ ഒരു പാതയിലാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ ആ ഒരു പാതയിലാണ്. ഭഗവാനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനിയും ആത്മീയമായി ഉയരാൻ എന്ത് ചെയ്യണം? എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഞാൻ എങ്ങനെ ചെലവഴിക്കണം? എവിടേക്കാണ് എനിക്ക് ജീവിതത്തിൽ തെറ്റുപറ്റിയത്? അതെങ്ങനെയൊക്കെ തിരുത്താൻ സാധിക്കും?
എങ്ങനെയൊക്കെ തിരുത്തി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും, ഞാൻ ആരൊക്കെയാണ് കേൾക്കേണ്ടത്, ആരൊക്കെയാണ് ഞാൻ അംഗീകരിക്കേണ്ടത്, ആരോടൊക്കെയാണ് ഞാൻ മറുപടി കൊടുക്കേണ്ടത്. ചില ചോദ്യങ്ങൾക്ക് ഞാൻ കൃത്യമായ മറുപടി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഏത് ജോലിയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്, എൻ്റെ ജോലിയിൽ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയം ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ 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 ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ആ ഒരു ചിന്താഗതിയിലൂടെ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മൾക്ക് അനാവശ്യമായി തോന്നുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക. കാരണം വെറുതെ സമയം കളയാൻ ഇനി നമ്മുടെ ജീവിതത്തിൽ ഇല്ല, ഒട്ടുമില്ല. നമ്മളുടെ ഒക്കെ പരിമിതമായ ഒരു സമയമാണ് നമ്മുടെ ജീവിതത്തിൽ. വളരെ ചെറിയ ജീവിതമാണ് നമ്മളുടേത്, അല്ലെ? ഇത്ര വയസ്സ് വരേക്കും നമ്മൾ എന്തിൻ്റെയൊക്കെയോ പിന്നാലെ ഓടി, എങ്ങോട്ടൊക്കെയോ ഓടി. നമ്മൾ എന്ത് നേടി ജീവിതത്തിൽ? നമുക്ക് എന്തുണ്ടായി? കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രശ്നങ്ങളും കുറ്റപ്പെടുത്തലുകളും. നമ്മൾ സ്നേഹിച്ച എത്ര പേര് നമ്മളോട് ആത്മാർത്ഥമായി തിരിച്ചാ സ്നേഹം കാണിക്കുന്നു? എത്ര പേര് നമ്മളെ ചേർത്ത് പിടിക്കുന്നു? എത്ര പേര് നമ്മളെ സഹായിക്കുന്നു? ഇനി നമ്മൾ എന്ത് ചെയ്യണം ജീവിതത്തിൽ? നാളിതുവരെ നമ്മൾ എന്തുമാത്രം കരഞ്ഞു? ഇതിനൊക്കെ ആരാണ് കാരണം? എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്ന് സംഭവിച്ചു? എവിടെയാണ് നമുക്ക് താളപ്പിഴകൾ സംഭവിച്ചത് ജീവിതത്തിൽ? ഇനി ഇതൊക്കെ വരാതെ നമ്മൾ എങ്ങനെ നോക്കണം, എങ്ങനെ തിരുത്തണം? ഇതേക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വൈഡായിട്ട് ചിന്തിക്കുക. ചിന്തിച്ച് നമ്മൾ ആ സമയങ്ങളെല്ലാം ഭഗവാനുമായിട്ട് അടുക്കുക. അത് മതി. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും വേണ്ട. ഒരു ആശ്വാസം കിട്ടും, ഭയങ്കര ഒരു സമാധാനം കിട്ടും. ഞാൻ ഈ വീട്ടിൽ എന്താ പറയുക, വന്നു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് ഞാൻ കുറച്ച് നേരം ഇരിക്കും. ഭഗവാന്റെ ഈ മന്ത്രവും കേട്ട് കണ്ണുകൾ അടച്ച് ഭഗവാനെ നോക്കിക്കൊണ്ട് കുറേ സമയം ഇരിക്കും. അപ്പോൾ കിട്ടുന്ന ഒരു മനസമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര മനസമാധാനമാണ്. അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പം വല്ലാത്തൊരു ഫീലിങ്സാണ്. വേണമെങ്കിൽ എനിക്ക് ആ സമയം മെസ്സേജുകൾ നോക്കാം, കുറേ ഫോണിൽ ചാറ്റ് ചെയ്യാം, പലതും ചെയ്യാം. പക്ഷെ അതെല്ലാം സെക്കൻഡറി ആയ കാര്യങ്ങൾ. എനിക്ക് അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങൾ കാണാൻ ഈ കണ്ണ് ഭഗവാൻ എനിക്ക് തന്നു. കുറച്ചു നേരമെങ്കിലും ഞാൻ ആ തൃപ്പാദങ്ങളിലേക്ക് നോക്കിയിരിക്കട്ടെ. അതിനൊരു സുഖമുണ്ട്, ഒരു ആശ്വാസമുണ്ട്. നമ്മുടെ മൈൻഡ് ഒന്ന് വളരെയധികം റിലാക്സ്ഡ് ആവും. നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറ്റങ്ങളും കുറവുകളും വഴക്കുകളും പ്രശ്നങ്ങളും അതും ഇതും അങ്ങനെ ഇങ്ങനെ അങ്ങനെ എങ്ങനെ അങ്ങനെ എങ്ങനെ ഇതൊന്നും വേണ്ട ജീവിതത്തിൽ. സ്വൈര്യം മാത്രം മതി, സമാധാനം മാത്രം മതി. അത് സ്വയം നമ്മൾ തന്നെ കണ്ടെത്തണം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വളരെയധികം എന്താ പറയാ, കൂളാവും. നമുക്ക് ചിന്തിക്കാൻ സാധിക്കും, ചിരിക്കാൻ സാധിക്കും. പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും, സാമ്പത്തിക പ്രശ്നങ്ങൾ നല്ലോണം ഉണ്ടാവും. ഇന്ന് ഞാനും അത് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല. അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതൊക്കെ നമ്മൾ മരിക്കുന്ന ആ ഒരു സെക്കൻഡ് വരെ ഉണ്ടാവും. അതൊന്നും ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കില്ല, അതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് എന്താ പറയാ, ഒരു ആശ്വാസം, ഒരു സന്തോഷം അത് ഭഗവാൻ നമുക്ക് തരും. അത് തന്നിട്ടുണ്ട്, നമ്മൾ അത് കാണുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മളൊരു സമാധാനപരമായിരിക്കുന്ന ഒരു ജീവിതത്തിലൂടെ നമുക്ക് ചിലപ്പം ജോലി ഉണ്ടാവില്ല. എത്രയോ നാളുകൾ എനിക്ക് വർക്കില്ലാതെ ഞാൻ ഇരുന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. ആ സമയങ്ങളൊക്കെ ഈ പ്രയാസങ്ങൾ എന്നെയും അലട്ടുന്നുണ്ട്. പല പല ടെൻഷൻസ് എനിക്കും പോയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനിടയിൽ നമ്മൾ എപ്പോഴാണോ ഭഗവാനെ മുറുകെ പിടിക്കുന്നത്, എപ്പോഴാണോ അദ്ദേഹത്തിന്റെ തൃപാദങ്ങളിലേക്ക് മാത്രം ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അവിടെ നമുക്ക് ജീവിത വിജയം കണ്ടെത്താൻ സാധിക്കും. ഒന്നും ഞാൻ ഇവിടെ വന്നിരുന്ന് വെറുതെ പറയുന്നതല്ല. ഞാൻ ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ അനുഭവിക്കാത്ത കാര്യങ്ങൾ ഞാൻ ലൈവിൽ വന്നിരുന്ന് പറയാറില്ല. മനസ്സിലാവുന്നുണ്ട്? കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം, നിശ്ചയമായിട്ട് മാറ്റിവെക്കണം. നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ചവറ്റുകൊട്ടയിലേക്ക് ഇടേണ്ട കുറെ കാര്യങ്ങൾ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന കുറേ അനുഭവങ്ങൾ, ഓർമ്മകൾ, കുറെ പ്രയാസങ്ങൾ, കുറെ ദുഃഖങ്ങൾ, കുറെ വഴക്കുകൾ എടുത്ത് കൊട്ടിക്കളയാം ബാസ്ക്കറ്റിലേക്ക്. വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തത് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു എന്താ പറയാ, ഓപ്പൺ ഹാർട്ടായിട്ട്, ഒരു തുറന്ന ഹൃദയത്തോടെ ഭഗവാനെ സമീപിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം ഭഗവാൻ തന്നിരിക്കും, യാതൊരു സംശയവുമില്ല. അതിനുള്ള ഉത്തരം നിശ്ചയമായിട്ടും ഭഗവാൻ തരും. അല്ലാതെ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു റൊട്ടീൻ പോലെ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ അതൊരു എന്താ പറയാ, ആവർത്തന വിരസതയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ഭഗവാനെ വെക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നാമം ചൊല്ലുന്നു, ഓടുന്നു. അതിലൊരു ആവർത്തന വിരസതയുണ്ട്.
നമ്മൾ കുറേ എന്താ പറയാ ശ്രീകൃഷ്ണ അഷ്ടോത്തരം ജപിക്കുന്നു, നാരായണീയം ചൊല്ലുന്നു, അതങ്ങനെ അങ്ങനെ വായ കൊണ്ട് ഇങ്ങനെ ചൊല്ലി പോവാണ്. പക്ഷെ അവിടെ ഹൃദയത്തിന് യാതൊരു പ്രാധാന്യം ഇല്ലാതെ പോവാണ്. ഹൃദയവും മനസ്സും ശരീരവും നമ്മുടെ ചിന്തയും നമ്മുടെ ശ്രദ്ധയും എപ്പോഴാണോ കൃത്യമായിരിക്കുന്ന അനുപാതത്തിൽ ഭഗവാന്റെ പാദത്തിലേക്ക് എത്തുന്നത്, അവിടെയാണ് ഭഗവാൻ പ്രവർത്തിക്കുക. മനസ്സിലായില്ലേ? അവിടെയാണ് ഭഗവാൻ പ്രവർത്തിക്കുക. അല്ലാതെ വെറുതെ കിടന്നിട്ട് നമ്മൾ വായ കൊണ്ട് കുറേ നാരായണീയം ചൊല്ലിപ്പോയിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലിപ്പോയിട്ട് എന്ത് പ്രയോജനം? മനപ്പാടമാക്കി വെച്ച പല ശ്ലോകങ്ങളും വായ കൊണ്ട് ഇങ്ങനെ ഉരുവിട്ട് പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല. ശ്വാസം എടുക്കുമ്പോൾ വെറും ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ആ ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു ഫീലോട് കൂടി നമ്മൾ എടുത്തു നോക്ക്. ഒരു ആശ്വാസമുണ്ട്. മറ്റേ നമുക്കിങ്ങനെ നെഞ്ചിൽ കെട്ടിക്കിടക്കും നമ്മുടെ ശ്വാസം. അപ്പൊ നമുക്കൊരു വെപ്രാളമാണ് അല്ലെ? വല്ലാത്തൊരു ഒരു അവസ്ഥയാണ് നമുക്ക്. അപ്പൊ ഇതല്ല നമ്മുടെ പ്രാർത്ഥന, ഇതല്ല നമ്മുടെ എന്താ പറയാ ഭഗവാനോടുള്ള ആ ഒരു ആത്മസമർപ്പണം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരവും മനസ്സും ചിന്തയും എല്ലാം ഭഗവാന് നമ്മളങ്ങ് സമർപ്പിക്കുക, എല്ലാ അർത്ഥത്തിലും സമർപ്പിക്കുക. പിന്നീട് അദ്ദേഹം നമ്മളിൽ പ്രവർത്തിക്കും, നിശ്ചയമായിട്ടും നമ്മളിൽ പ്രവർത്തിക്കും. ഭഗവാൻ നമ്മൾക്ക് അതിനുള്ള പ്രതിഫലം തന്നിരിക്കും. അങ്ങനെയാണ് ഭഗവാന്റെ പാതയിലേക്ക് നമ്മൾ പോകേണ്ടത്. ക്ലിയർ? ഭഗവാൻ പറയുന്നു, അല്ലയോ കുന്തിപുത്ര, എല്ലാവരും എല്ലാ വിധത്തിലും എന്റെ മാർഗത്തെ പിന്തുടരുന്നു. അല്ലെ? നമ്മളെല്ലാവരും ഭഗവാനെയാണ് ഫോളോ ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ നമ്മളെ ഇഷ്ടമുള്ള വഴിക്ക് പോകുന്നതല്ല. അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നു അതാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹം എന്ത് പറയുന്നോ അത് ആ വാക്കിലൂടെ നമ്മൾ പോകാൻ ശ്രമിക്കുക. അല്ലാതെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, ഞാൻ എന്തും ചെയ്യും, എന്നെ കൊണ്ട് എന്തും സാധിക്കും, അതൊക്കെ വെറും പാഴ് ചിന്താഗതികളാണ്. ഒരു ഇല അനങ്ങണമെങ്കിൽ ഭഗവാൻ വിചാരിക്കണം. മനസ്സിലായില്ലേ? ഒന്ന് ഇരുട്ടിക്കഴിഞ്ഞാൽ വെളുക്കണമെങ്കിൽ ഭഗവാൻ വിചാരിക്കണം. നമ്മളെ കൊണ്ട് ചിലപ്പം വെളുത്തില്ലെങ്കിൽ കുറെ നേരം ഇലക്ട്രിസിറ്റി പ്രവർത്തിപ്പിക്കാൻ പറ്റും, പക്ഷെ അതിനും ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ കഴിഞ്ഞ്. സൂര്യനെ പ്രകാശിപ്പിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. അത്രയ്ക്കൊന്നും കഴിവ് നമുക്കാർക്കില്ല. അപ്പൊ നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് മിഥ്യാധാരണ അത് ആദ്യം എടുത്ത് കളയാം. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്ത് ചെയ്യാൻ, ആ ചിന്താഗതി ആദ്യം ഉള്ളിൽ കൊണ്ടുവരാം. അതായത് ഞാൻ എന്ന ഭാവത്തെ എടുത്ത് ആദ്യം കളയാം. നടക്കാത്ത കാര്യമാണ്. നമ്മളൊക്കെ വെറും സീറോ ആണ്, ബിഗ് സീറോ ആണ്. നമ്മളെ കൊണ്ട് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ബോധ്യം നമ്മളിൽ ആദ്യം ഉണ്ടാവട്ടെ. ഞാൻ എന്ന ഭാവത്തെ എടുത്ത് ആദ്യം കളയാം. ഒരു പണത്തിന്റെയോ എന്താ പറയാ പേരിന്റെയോ പ്രശസ്തിയുടെയോ ബലത്തിൽ ആരെ കൊണ്ടും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിസാരമായിരിക്കുന്ന എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ സംസാരിച്ച് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും പറ്റും. അതൊന്നുമല്ല. അതിനും അപ്പുറത്തുണ്ട് കാര്യങ്ങൾ. അതൊന്നും നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. അപ്പൊ ആ ഒരു ആത്മബോധം നമ്മളിൽ ഉണ്ടാവണം. ക്ലിയർ? എല്ലാവരും കൃഷ്ണനെ അവിടുത്തെ വിവിധ ആവിർഭാവങ്ങളിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും അന്വേഷിക്കുകയാണ്. അല്ലെ? എല്ലാവരും എന്താണ്? ഭഗവാനെ പല തരത്തിലുള്ള രീതിയിൽ ഭഗവാനെ അന്വേഷിക്കുകയാണ്. ഓരോരുത്തരും അന്വേഷിക്കുകയാണ്. എവിടെയാണ് കൃഷ്ണൻ, എവിടെയാണ് കൃഷ്ണൻ? എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. കാരണം എന്താ? നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നില്ല. അവിടെ ഭഗവാനുണ്ട്. നിശ്ചയമായിട്ടും ഭഗവാൻ അവിടെയുണ്ട്. നമ്മൾ എല്ലാ സ്ഥലത്തും അന്വേഷിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ, ആ പരമാത്മാവിനെ നമ്മൾ കാണാതെ പോവല്ലേ? കാണണ്ടേ? ജീവാത്മാവും പരമാത്മാവും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റൂ. അതാണ് നമ്മൾ എന്ന് പറയുന്നത്. ആ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ കാണാതെ നമ്മൾ എവിടേക്കോ അന്വേഷിക്കുകയാണ് ഭഗവാന്. എന്ത് പ്രയോജനം? എന്ത് കാര്യം? ഒരു കാര്യമില്ല. വ്യക്തിഭാവമില്ലാത്ത ബ്രഹ്മജ്യോതിസായും പരമാണുക്കൾ ഉൾപ്പെടെ എല്ലാ പദാർത്ഥങ്ങളിലും കുടികൊള്ളുന്ന സർവ്വവ്യാപിയായ പരമാത്മാവായും പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ ഭാഗികമായി സാക്ഷാത്കരിക്കാം. ആലോചിച്ച് നോക്കണം. ഒരു വ്യക്തിഭാവമില്ലാത്ത ബ്രഹ്മജ്യോതിസായിട്ട് ഭഗവാൻ നിലകൊള്ളുന്നുണ്ട്. യാതൊരുവിധ ഭാവ വ്യത്യാസവുമില്ലാത്ത ബ്രഹ്മജ്യോതിസായിട്ട് ഭഗവാൻ നിലകൊള്ളുന്നു. അതേപോലെ തന്നെ പരമാണുക്കൾ ഉൾപ്പെടെ ചെറിയ ചെറിയ എന്താ പറയാ കൃമികളായിട്ട് പോലും ജനിക്കുന്ന പല ജീവാത്മാക്കളുടെ ഉള്ളിലും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനി അതും കഴിഞ്ഞാൽ എന്താണ്? അങ്ങനെയുള്ള എല്ലാ പദാർത്ഥങ്ങളിലും, നമ്മൾ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാത്തിലും
കുടികൊള്ളാണ് ആര്? ഭഗവാൻ കൃഷ്ണൻ. ആ കൃഷ്ണനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സർവ്വവ്യാപി എന്ന് വിളിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാരിലും എല്ലാത്തിലും അദ്ദേഹം കുടികൊള്ളുന്നുണ്ട്. അങ്ങനെ സർവ്വവ്യാപിയായിരിക്കുന്ന ആ ഒരു പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ, പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന കൃഷ്ണനെ ഭാഗികമായിട്ട് നമുക്ക് സാക്ഷാത്കരിക്കാം. അദ്ദേഹത്തിന് ഭാഗികമായിട്ട് വളരെ ചെറിയ തോതിൽ നമുക്ക് അദ്ദേഹത്തെ അനുഭവിച്ചറിയാം. അദ്ദേഹത്തെ നമുക്ക് വലിയ തോതിലൊന്നും അനുഭവിച്ചറിയാനുള്ള ഒരു പുണ്യമൊന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ല. വളരെ ചെറിയ തോതിൽ നമുക്ക് അദ്ദേഹത്തെ അനുഭവിച്ചറിയാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം മാറണം എന്ന് ആലോചിച്ച് നോക്കൂ. വളരെ നിസാരമായ ചെറിയ തോതിൽ നമുക്ക് അദ്ദേഹത്തെ ഫീൽ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് മാറണം, ഒത്തിരി മാറണം, എങ്കിലേ ആ ചെറിയ തോത് നമുക്ക് കിട്ടും, അല്ലാതെ കിട്ടില്ല. കൃഷ്ണനെ സമഗ്രമായി സാക്ഷാത്കരിക്കുന്നത് തികഞ്ഞ ഭക്തന്മാർക്ക് മാത്രമാണ്. ഭഗവാനെ കുറിച്ച് നന്നായിട്ട് ഭഗവാനുമായിട്ട് അടുക്കാൻ സാധിക്കുന്നത് തികഞ്ഞ ഭക്തർക്കാണ്. നമ്മുടെ ശ്രീല പ്രഭുപാജിയെ പോലെയും ജയപദ ഗുരു മഹാരാജിനെ പോലെയൊക്കെയുള്ള തികഞ്ഞ ഭക്തർക്കാണ് അദ്ദേഹത്തെ വളരെ നന്നായിട്ട് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നത്. അല്ലാത്തവർക്ക് സാധിക്കില്ല. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ തികഞ്ഞ ഭക്തരാണെന്ന്. നമുക്കൊന്നും ഭക്തി ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഭക്തിയുള്ള ആൾക്കാര് ഭയങ്കര സൈലന്റ് ആയിരിക്കും. പ്രതികരണം അവരിൽ കുറവായിരിക്കും. അവരെ നാക്ക് പൊക്കി പ്രതികരിക്കില്ല. അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് തിരുത്താൻ അവർ വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. പ്രതികരണശേഷി വളരെ കുറവായിരിക്കും. അവരുടെ ഒരു ലോകത്തായിരിക്കും അവര്. നമ്മള് ബ്രജമണ്ഡലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ, വൃന്ദാവനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഭക്തരെ കാണാം. അവരെങ്ങനെയാണെന്നറിയോ? അവർക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ അവർ അവിടെ നിന്ന് മാറുക എന്നല്ലാതെ അവിടെ നിന്ന് അവർ പൊരുതില്ല. അവരവരുടേതായ ഒരു പ്ലേസ് കണ്ടെത്തി അവർ ആ സമയം കൂടെ വെറുതെ വായിട്ടലച്ച് സംസാരിക്കുന്ന നേരം കൂടെ അവർ ജപിക്കാൻ ശ്രമിക്കും. 3.5 കോടി ജപം പൂർത്തിയാക്കാൻ നമുക്കൊരു ടാർഗറ്റ് ഭഗവാൻ തന്നിട്ടുണ്ട്. 3.5 കോടി പോയിട്ട് 3 മാല പോലും ജപിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും, അല്ലെ? അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ജപമൊക്കെ ഒന്ന് തുടങ്ങി ഒന്ന് ശാന്തമായി സ്വസ്ഥമായി സമാധാനമായി നമ്മൾ മുന്നോട്ട് പോകണം. ആ നേരം കൊണ്ട് നമ്മൾ 7, 8, 9 മണി വരെ കിടന്നുറങ്ങും. എന്ത് കാര്യം? എന്ത് നേട്ടം? എന്നിട്ട് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഇല്ലായ്മകളെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ആ മാറ്റത്തെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം സ്വയം മാറണം, അല്ലെ? അപ്പൊ നമ്മൾ മാറി ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് ഭഗവാനുമായി ഒരു അടുപ്പം സ്ഥാപിച്ച് നമ്മുടെ എല്ലാ വേദനകളും ആവലാദികളും അദ്ദേഹത്തോട് പറയാം. ഒരു സുഹൃത്ത് എന്ന നിലയ്ക്കോ, ഒരു സഹോദരൻ എന്ന നിലയ്ക്കോ, ഒരു ഗുരു എന്ന നിലയ്ക്കോ നമുക്ക് പറയാം. പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന്റെ തൃപാദങ്ങളിൽ അഭയം പ്രാപിക്കാം. അല്ലാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല, അതിലൊരു അർത്ഥവും ഇല്ല. ഏവരുടെയും സാക്ഷാത്കാര ലക്ഷ്യം കൃഷ്ണനാണ്. നമ്മളെല്ലാവരുടെ ലക്ഷ്യവും ഭഗവാനാണ്. പക്ഷെ ആ ഭഗവാനെ നമുക്ക് കിട്ടുന്നില്ല. ആലോചിച്ചു. എല്ലാവരുടെ ലക്ഷ്യം എന്താണ്? ഭഗവാനാണ്. ആ ഭഗവാനെ നമുക്ക് എങ്ങനെയെങ്കിലും പിടിക്കാൻ കിട്ടുന്നുണ്ടോ? ഇല്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. അതിന് നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമുക്ക് എങ്ങനെ മാറാൻ പറ്റും? ഇതാണ് ചിന്തിക്കേണ്ടത്. ഏവരും കൃഷ്ണനെ പ്രാപിക്കാനുള്ള തങ്ങളുടെ ആഗ്രഹത്തിന്റെ തോതനുസരിച്ച് സംതൃപ്തി നേടുന്നു. നമ്മൾ ഭഗവാനോട് അടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല വഴികൾ ശ്രമിക്കും. അതിൽ നമ്മൾ സംതൃപ്തരാണെന്ന് നമ്മൾ സ്വയം ആശ്വസിക്കും. നമ്മുടെ സംതൃപ്തിയല്ലല്ലോ നമുക്ക് വലുത്, ഭഗവാന്റെ സംതൃപ്തിയല്ല. ഭഗവാൻ നമ്മളുടെ ജപത്തിലും നമ്മുടെ ബിഹേവിയറിലും നമ്മുടെ കാര്യത്തിലും ഭഗവാൻ സംതൃപ്തനാണോ നോക്കണം. ഭഗവാൻ സംതൃപ്തനാകുന്നത് എപ്പോഴാണ്? സാത്വിക മനോഭാവത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ. സാത്വിക മനോഭാവത്തിലൂടെ ജീവിച്ചാൽ മാത്രമേ ഭഗവാനെ സംതൃപ്തിപ്പെടുത്താൻ കഴിയൂ. അല്ലാണ്ട് ഭഗവാനെ സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അതും നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ. പിന്നെന്താ പറയുന്നത്? അതീന്ദ്രിയ ലോകത്തിലും കൃഷ്ണൻ തന്റെ ശുദ്ധ ഭക്തരുമായി അവരുടെ അഭിലാഷ പ്രകാരം അതീന്ദ്രിയ ഭാവേന പ്രതികരിക്കുന്നു. ഈ ലോകത്ത് മാത്രമല്ല, അതീന്ദ്രിയ ലോകത്തും ഭഗവാൻ എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ശുദ്ധരായ ഭക്തർ അവിടെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ശുദ്ധരായിട്ടുള്ള ഭക്തരുമായിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം അതീന്ദ്രിയ ഭാവത്തിൽ തന്നെ അദ്ദേഹം ഇടപെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം എന്താണ്? അതീന്ദ്രിയ ഭാവത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശുദ്ധ ഭക്തരുമായിട്ട് ഇടപെടുന്നത്, അല്ലെ? അപ്പൊ അതീന്ദ്രിയ ഭാവത്തിൽ തന്നെയാണ് ഭഗവാൻ നമ്മളോടും ഇടപെടുന്നത്. ഭൗതികമായ ഭാവത്തിലല്ല അദ്ദേഹം ഇടപെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പല ഭൗതിക ആവശ്യങ്ങൾ പറയുമ്പോഴും അതിങ്ങനെ പെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയാവും, അത് ഭഗവാൻ തരും, തരാതിരിക്കില്ല.
അതിനൊരു സമയമുണ്ട്. ആ സമയവും നേരവും കാലവും ആകുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് തരും. നമ്മൾ ധൃതി വെക്കേണ്ട, ഒന്നിനും ഒരു കാര്യത്തിനും ധൃതി വെക്കേണ്ട. തരേണ്ട സമയത്ത് ഭഗവാൻ നമുക്ക് നിശ്ചയമായിട്ടും തന്നിരിക്കും. അതെന്താണെങ്കിലും തന്നിരിക്കും. വീടായാലും ജോലിയായാലും വിവാഹമായാലും സന്താനമായാലും ആരോഗ്യമായാലും എന്തായാലും തന്നിരിക്കും. നമ്മൾ ധൃതി വെച്ചതുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. അതും നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭക്തൻ കൃഷ്ണനെ ശ്രേഷ്ഠനായ പ്രഭുവായും മറ്റൊരാൾ ആത്മസുഹൃത്തായും വേറൊരാൾ പുത്രൻ എന്ന നിലയിലും ഇനിയൊരാൾ കാമുകനായും കരുതി സ്നേഹിച്ചേക്കാം, അല്ലെ? പലരും പല രീതിയിലാണ് ഭഗവാനെ കാണുന്നത്. എനിക്ക് മഞ്ജരീസി മെസ്സേജ് ചെയ്യുമ്പോൾ ചിലവർ പറയും, മാതാജി ഞാൻ എൻ്റെ മോനെ പോലെയാണ് ഭഗവാനെ കാണുന്നത്, മാതാജി എൻ്റെ ഭർത്താവായിട്ടാണ് ഞാൻ കാണുന്നത്, കാമുകനായിട്ടാണ് ഞാൻ കാണുന്നത്. പലരും പല രീതിയിലാണ് ഭഗവാനെ കാണുന്നത്. ആ താന്താങ്ങളുടെ കൃഷ്ണനോടുള്ള പ്രേമ തീക്ഷ്ണയ്ക്ക് അനുസരിച്ച്, അതായത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഭഗവാനോടുള്ള ആ ഒരു ഇഷ്ടമനുസരിച്ച് ഈ ഭക്തന്മാർക്കെല്ലാം അദ്ദേഹം തുല്യമായിരിക്കുന്ന അഭീഷ്ട സിദ്ധിയാണ് കൊടുക്കുന്നത്. കൃത്യമായ അഭീഷ്ട സിദ്ധിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. അതിൽ അദ്ദേഹം ഒരു മാറ്റവും ഒരു വീഴ്ചയും വരുത്തുന്നില്ല. കൃത്യമായ അഭീഷ്ട സിദ്ധിയാണ് കൊടുക്കുന്നത്. കാമുകനായി കാണുന്ന വ്യക്തിയോട് കാമുക ഭാവത്തിൽ തന്നെയാണ് ഭഗവാൻ ഇടപെടുന്നത്. ഭർത്താവായി കാണുന്ന വ്യക്തിയോട് ഭഗവാൻ ആ നിലയ്ക്ക് തന്നെയാണ് ഇടപെടുന്നത്. മകനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ കൂറൂരമ്മയ്ക്ക് എങ്ങനെ മകനായോ അതുപോലെ തന്നെയാണ് ഇടപെടുന്നത്. പക്ഷെ ഈ രീതിയിൽ എങ്ങനെ ഇടപെട്ടാലും ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. ഏതൊക്കെ രീതിയിലായാലും ഭഗവാന്റെ ഒരു വലയം, ആ ഒരു സംരക്ഷണ വലയം നമുക്ക് ഭഗവാൻ നൽകുന്നുണ്ട്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഭഗവാനിൽ നിന്ന്, അല്ലെ? ഭഗവാനും വിവിധ തരക്കാരായിരിക്കുന്ന ആരാധകരും തമ്മിൽ ഭൗതിക ലോകത്തിലും ഇതേ വികാര വിനിമയങ്ങൾ നടക്കുന്നുണ്ട്. ആത്മീയ ലോകത്ത് മാത്രമല്ല ഇത് നടക്കുന്നത്, ഈ ഭൗതിക ലോകത്തും ഭഗവാനോട് ആരൊക്കെ ഏതൊക്കെ രീതിയിലാണോ ഇടപെടുന്നത് അതേ രീതിയിൽ ഭഗവാൻ തിരിച്ചിടപെടുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ഇവിടെ ദിവ്യമായിരിക്കുന്ന ഭഗവത് ധാമത്തിലും ഭക്തോത്തമന്മാർ ഭഗവാനുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നുണ്ട്. ഭഗവാന്റെ ധാമത്തിലായാലും ശരി, ഇവിടെയായാലും ശരി, ഭക്തോത്തമന്മാരായിരിക്കുന്ന, അതായത് ഭഗവാന്റെ പാത പിന്തുടരാൻ ശ്രമിക്കുന്ന വ്യക്തികൾ ഭഗവാനുമായിട്ട് ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കുന്നുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഭഗവാനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ നമ്മൾ പുനഃസ്ഥാപിച്ചെടുക്കണം. നമുക്ക് കുറച്ചുനാൾ ആരാധിച്ച് വിട്ടുകളയാനുള്ളതല്ല ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ആവശ്യം നടക്കാതെ ആകുമ്പോൾ പാതി വഴിയിലിട്ടിട്ട് പോകുന്നവരല്ല ഭഗവാൻ. കഴിഞ്ഞ ദിവസം ഒരു മാതാജി എനിക്ക് മെസ്സേജ് അയച്ചു, മാതാജി എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, എൻ്റെ ഒരേ ഒരു മകൻ മരിച്ചു, ഇനി ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോവില്ല, ഭഗവാനെ കാണില്ല, ഭഗവാനെ വിളക്ക് വെക്കില്ല, നാമം ചൊല്ലില്ല. അപ്പൊ അങ്ങനെ നമ്മൾക്കൊരു ഭൗതിക നഷ്ടം വരുമ്പോൾ കളയാനുള്ളതല്ല ഭഗവാനെ. ഏതവസ്ഥയിലും മുറുകെ പിടിക്കാനുള്ളതാണ് ഭഗവാൻ. കാരണം ഈ ഭൗതിക നഷ്ടങ്ങളും വേദനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തതിന്റെ ഫലമാണ്. ആ ഫലത്തിന്റെ ദുരിതങ്ങളെ ഭഗവാൻ നമുക്ക് കുറച്ചു തരും, യാതൊരു സംശയമില്ല, കുറച്ചു തരും. അത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. നമുക്കൊരു കാര്യം നടന്നില്ല, കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ഭഗവാനെ നമ്മൾ കളയാൻ പാടില്ല. അത് വലിയ അപരാധമാണ്. ആ കളഞ്ഞ ഭഗവാനെ പതിന്മടങ്ങായി തിരിച്ചറിയാൻ വീണ്ടും നമ്മളൊരു ജന്മം എടുക്കേണ്ടി വരും. ആ ജന്മം എടുത്ത് വീണ്ടും നമ്മൾ ഇതേ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചു. അയ്യോ എന്തുമാത്രം കഷ്ടപ്പാടായിരുന്നു. 10 കൊല്ലം ചിന്തിച്ചു നോക്കിക്ക്. വീണ്ടും നമ്മൾ 1 മുതൽ 10 വരെ പഠിക്കാന്ന് പറയുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ട്. 10 വർഷം കൊണ്ട് ജീവിതത്തിൽ നിന്ന് പോവുകയാണ്, അല്ലെ? അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യരുത്? പാതി വഴിയിൽ കളയരുത് ഭഗവാനെ. ഭഗവാനെ എന്നും ചേർത്ത് പിടിക്കുക. ഭഗവാൻ നമുക്ക് തരേണ്ട സമയമാകുമ്പം എന്തായാലും തരും. നമ്മുടെ വയറ്റിലേക്ക് പോകേണ്ട ചോറാണെങ്കിൽ അത് ഭഗവാൻ നമുക്ക് എവിടെ ഉണ്ടെങ്കിലും 7 കടലിന്റെ അപ്പുറം കൊണ്ടുത്തരും. നമ്മുടെ വയറ്റിലേക്ക് പോകേണ്ട ചോറല്ല എങ്കിൽ നമ്മുടെ ചുണ്ടിന്റെ അടുത്ത് വെച്ചാലും താഴെ പോവും. ഇനി അഥവാ അത് പോയിട്ടുണ്ടെങ്കിൽ, അത് ഛർദിച്ചെങ്കിൽ അത് പുറത്തെത്തും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ഒന്നിനും ധൃതി വെക്കേണ്ട. കൃത്യമായിട്ട് അദ്ദേഹത്തിന് തരാൻ അറിയാം, അദ്ദേഹം തന്നിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വ്യക്തിപരമായി ഭഗവാനെ സേവിക്കാനും പ്രേമപൂർണമായ ആ സേവനത്താൽ അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കാനും അവർക്ക് കഴിയും. നമുക്ക് വ്യക്തിപരമായി തന്നെ ഭഗവാനെ സേവിക്കാൻ കഴിയും. മകനായിട്ടും ഗുരുവായിട്ടും സുഹൃത്തായിട്ടും ഒക്കെ കാണുന്നവർക്ക് എങ്ങനെയാണ് വ്യക്തിപരമായി സേവിക്കാൻ കഴിയും ഭഗവാനെ. അങ്ങനെ സേവിച്ച് 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 ഭഗവാനുമായിട്ടുള്ള ആ ഒരു അതീന്ദ്രിയ സേവനം തുടർന്ന് കഴിയുമ്പോൾ പ്രേമപൂർണമായിരിക്കുന്ന ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കത് പ്രശ്നമല്ല. പറയുന്നവരുടെ വാ മൂടിക്കെട്ടാൻ നമുക്ക് സാധിക്കില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന ഭാവത്തിൽ തന്നെ നമ്മൾ ഭഗവാനുമായിട്ട് അടുത്തുകൊണ്ടേയിരിക്കും. ശ്രീല പ്രഭുപാജിയൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടുണ്ടെന്നറിയാമോ? നമ്മൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെയും അപ്പുറത്ത് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്.
സഹിക്കാനും കേൾക്കാനും പാടില്ലാത്ത പലതും കേട്ടിട്ടുണ്ട്. കിടന്നുറങ്ങാൻ തല ചായ്ക്കാൻ ഇടമില്ലാതെ ആ പാപം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താണ് ആലോചിച്ച് നോക്കിക്കേ. കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മുഖത്തേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ശ്രീല പ്രഭുപാജിയുടെ മുഖമാണ്. അപ്പൊ നമ്മൾ എത്ര എന്തൊക്കെ കാര്യത്തിൽ കഷ്ടപ്പെട്ടാലും നാളെ അതിന് നല്ലൊരു റിസൾട്ട് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം ജീവിതത്തിലാണെങ്കിലും എല്ലാം അത് നമ്മൾ മനസ്സിലാക്കണം. ആധ്യാത്മികമായി ആത്മഹത്യ ആഗ്രഹിക്കുന്ന അവ്യക്തഗതവാദികളെയും ജീവിതത്തിന്റെ വ്യക്തിഗതമായ നിലനിൽപ്പിനെ ഇല്ലാതാക്കി തന്റെ ബ്രഹ്മജ്യോതിസിൽ ലയിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ സഹായിക്കുന്നു. ഇനി ഒരാള് ആധ്യാത്മികമായിട്ട് എനിക്ക് താല്പര്യമില്ല ഉയരാൻ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള അവ്യക്തിഗതവാദികളെ, അതായത് ഭഗവാനെ അറിയാതെ ജീവിക്കുന്ന വ്യക്തികളെയും ജീവാത്മാവിന്റെ വ്യക്തിഗതമായിരിക്കുന്ന നിലനിൽപ്പിനെ ഇല്ലാതാക്കി, അതായത് ഞാനെന്ന ഭാവത്തോടു കൂടി ആ ജീവാത്മാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തെ നോക്കിക്കൊണ്ട് ഇതാണ് ലോകം, ഇവിടെ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണ് എന്ന എന്താ പറയാ ചിന്തയോടുകൂടി ആ രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളെയും ഭഗവാൻ എന്താ ചെയ്യുന്നത്, ആ ഒരു സംഭവമൊക്കെ ഇല്ലാതാക്കിയിട്ട് ബ്രഹ്മജ്യോതിസിൽ ലയിപ്പിക്കും ഭഗവാൻ. അല്ലാതെ ഭഗവാൻ ആരും ഉപേക്ഷിക്കില്ല, ഒരാളെയും ഭഗവാൻ ഉപേക്ഷിക്കില്ല. ബ്രഹ്മജ്യോതിസിലേക്ക് ഭഗവാൻ ലയിപ്പിച്ചെടുക്കും. ശാശ്വതാനന്ദ സാന്ദ്രമായിരിക്കുന്ന ഭഗവത് വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ അവർ കൂട്ടാക്കാറില്ല. അല്ലെ, ഭഗവാനെ അറിയാത്തവർ ഒരിക്കലും ഭഗവാനെ അംഗീകരിക്കില്ല. അവർ പറയും നിങ്ങൾക്ക് വട്ടാണ്, നിങ്ങൾ എന്തിനാണ് ഈ മാസം മാസം ഗുരുവായൂർ പോകുന്നത്, അല്ലെ നിങ്ങൾ എന്തിനാണ് 24 മണിക്കൂറും ഭക്തിമൂത്ത് പ്രാന്തായി നടക്കുന്നത്, എപ്പം നോക്കിയാലും ജപമാലയും ക്ലിക്കറും വെച്ചുകൊണ്ട് എന്തോ നീ ജപിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ജപിച്ചിട്ട് നിങ്ങൾക്ക് മാത്രമേ അനുഗ്രഹം കിട്ടുന്നുള്ളൂ, ഞാൻ ജപിക്കാത്ത ഞങ്ങൾക്കൊന്നും അനുഗ്രഹം ഇല്ലേ, ഞങ്ങളുടെ കയ്യും കാലം എന്താ തളർന്നു പോയോ, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമുക്ക് വരാം. പക്ഷെ ഇവരാരും തന്നെ ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്ന ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ അവര് പറയോ മരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ എന്തറിയാനാ, മരിക്കാനുള്ള മരിച്ചു എന്നാ പറയാം. എന്നാൽ അവരൊരിക്കലും റീബർത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, പുനർജന്മം. ആ ജന്മത്തെ ഞാനൊന്നും അറിയുന്നില്ലല്ലോ, ശരിയാണ്, നിങ്ങളൊന്നും അറിയുന്നില്ല, പക്ഷെ നിങ്ങൾ അറിയേണ്ടി വരും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ജന്മത്തെക്കുറിച്ചും നമ്മുടെ പുനർജന്മത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ. ഭഗവാനെ നമ്മൾ അംഗീകരിക്കണം. വ്യക്തിയായി തന്നെ വ്യക്തിത്വത്തെ, ഭഗവാന്റെ ആ ഒരു സമഗ്രമായിരിക്കുന്ന വ്യക്തിത്വത്തെ നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ട് സ്വന്തം വ്യക്തിത്വം നശിപ്പിച്ച അവർക്ക് അതീന്ദ്രിയമായിരിക്കുന്ന ഭഗവത് സേവനത്തിലെ ആനന്ദം ആസ്വദിക്കാൻ സാധിക്കില്ല. ഭഗവാനെ അറിയാതെ, ഭഗവാനെ ശ്രദ്ധിക്കാതെ ഞാനെന്ന ഭാവത്തിൽ അങ്ങനെ ജീവിച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താ സംഭവിക്കുക? അവർ ഭഗവാനെ അറിയേയില്ല. അങ്ങനെ അവരെന്താവും? അവർ ഭഗവാനെ അറിയാതെ അവർ വീണ്ടും ഇങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ജനിച്ച് ഭഗവാന്റെ ആ ഒരു ആനന്ദം എന്താണെന്ന് നമുക്ക് മനസ്സിലാവാതെ വരും, അല്ലെ? എന്താണ് ഭഗവാൻ നൽകുന്ന ആനന്ദം? എന്താണ് ഒരു സന്തോഷം, ഒരു സമാധാനം എന്താണ്? അത് നമ്മൾ അറിയാതെ പോകും. അവ്യക്തിഗത സത്തയിലും ഉറച്ചു നിൽക്കാൻ സാധിക്കാത്തവരിൽ ചിലർ തങ്ങളിൽ ഒളിഞ്ഞുകിടന്ന കർമ്മം ചെയ്യാനുള്ള ആഗ്രഹത്താൽ ഭൗതിക ലോകത്തേക്ക് തിരിച്ചു പോരാറുണ്ട്. ഭഗവാനെ അറിയാതെ ജീവിച്ച പല വ്യക്തികളും എന്താ സംഭവിക്കാന്നറിയോ? വീണ്ടും ഈ ലോകത്തേക്ക് തന്നെ തിരിച്ചു വരും. എന്തിന്? ഏതെങ്കിലും ഒരു ജന്മം ഭഗവാനെ അറിയും. അറിഞ്ഞാലേ തിരിച്ചൊരു പോക്കുള്ളൂ. ഭഗവാനെ അറിയാതെ നമ്മൾ ആരും ഇവിടുന്ന് തിരിച്ചു പോകില്ല. അദ്ദേഹത്തെ അറിഞ്ഞ് അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് തിരിച്ചു പോകും. അല്ലാതെ ഞാനെന്ന ഭാവത്തിൽ ജീവിച്ച ഒരു വ്യക്തികൾക്കും മോക്ഷം ലഭിക്കില്ല. മോക്ഷം ലഭിച്ച് ഭഗവാനെ മനസ്സിലാക്കാതെ ഇവിടുന്ന് ഒരാളെയും ഭഗവാൻ കൊണ്ടുപോവുകയില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ? കർമ്മം ചെയ്യാനുള്ള ആഗ്രഹത്താൽ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു പോരാറുണ്ട്. ആധ്യാത്മിക ഗ്രഹങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട അക്കൂട്ടർക്ക് ഭൗതിക ഗ്രഹങ്ങളിൽ പ്രവർത്തിക്കാൻ വീണ്ടും അവസരം കൊടുത്തിരിക്കുന്നു. ആധ്യാത്മിക ഗ്രഹങ്ങളിൽ, അതായത് ഭഗവാന്റെ ലോകത്ത്, ആ ലോകത്ത് ജീവിക്കാൻ, ആ ഭഗവാന്റെ ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗേറ്റ് അടവാണ്. കാരണം നമ്മൾ അത്രത്തോളം ഭഗവാനെ അറിഞ്ഞിട്ടില്ല. അറിയാണ്ട് നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ്. ഇനി ഭഗവാനെ അറിയാൻ വേണ്ടി ഭഗവാൻ വേറൊരു വീട്ടിലാക്കിയിരിക്കണം നമ്മളെ. അതാണ് ഈ ഭൗതിക ലോകം. ഈ വീട്ടിൽ കിടന്നിട്ട് നമ്മൾ ഭഗവാനെ എങ്ങനെയെങ്കിലുമൊക്കെ അറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ വീടായ ആധ്യാത്മിക ലോകത്തിലേക്കുള്ള ഗേറ്റ് നമുക്ക് മുമ്പിൽ ഭഗവാൻ തുറന്നിട്ടരും. അപ്പൊ നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റും. അല്ലാണ്ട് ഭഗവാനെ അറിയാൻ കഴിയില്ല. ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവർക്ക് തങ്ങളുടെ നിർദ്ദിഷ്ട കർമ്മങ്ങളുടെ അഭീഷ്ട ഫലങ്ങൾ യജ്ഞേശ്വരനായ ഭഗവാൻ കൊടുക്കുന്നു. നമ്മൾ എന്താണ് ഫലേച്ഛയോടെ, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ ഇച്ഛിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എന്താണ് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ
തങ്ങളുടെ നിർദ്ദിഷ്ട കർമ്മങ്ങളുടെ അഭീഷ്ട ഫലങ്ങൾ, നമ്മൾ എന്ത് കർമ്മമാണോ ചെയ്തിരിക്കുന്നത് അതിന് ഉചിതമായിരിക്കുന്ന അഭീഷ്ട ഫലങ്ങൾ, അതിന് യോജിച്ചതായിരിക്കുന്ന ഫലങ്ങൾ, ഉത്തരങ്ങൾ യജ്ഞേശ്വരനായിരിക്കുന്ന ഭഗവാൻ കൊടുക്കുന്നു. അല്ലാതെ നമുക്ക് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം തരേണ്ടത് മറ്റുള്ളവരല്ല, ഭഗവാനാണ്. അദ്ദേഹം നിശ്ചയമായിട്ടും തന്നിരിക്കും. ആ ഇടയ്ക്കൊരു കോള് വന്നു, ക്ഷമിക്കണം. ഭഗവാൻ നമുക്ക് തരേണ്ട ഉത്തരം കൃത്യമായി തന്നിരിക്കും. യോഗശക്തികൾ അന്വേഷിക്കുന്ന യോഗികൾക്ക്, ചില വ്യക്തികൾ എന്താ ചെയ്യുന്നത്, യോഗികൾ എന്താ ചെയ്യുന്നത്, യോഗശക്തികൾ അന്വേഷിക്കുകയാണ്. അവരൊരുപാട് തപസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ യോഗമായിരിക്കുന്ന ശക്തിയെ അന്വേഷിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള യോഗികൾക്ക് ഭഗവാൻ അതും നൽകുന്നുണ്ട്. അപ്പം ഭഗവാനോട് നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് ഭഗവാൻ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കനുസരിച്ച് നമുക്ക് തന്നിരിക്കും, യാതൊരു സംശയമില്ല. ഏതൊരാളുടെയും വിജയം ഭഗവത് കാരുണ്യത്തെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് എന്താണ്? ഹരേ കൃഷ്ണ ബിന്ദു മാതാജി. അപ്പൊ നമുക്ക് എന്താണ്? ഭഗവാൻ നമുക്ക് ഭഗവാന്റെ കാരുണ്യത്തിനനുസരിച്ചാണ് നമുക്ക് ഉത്തരം തരുന്നത്. നമ്മൾക്ക് ഒരു കാര്യം ചെയ്യുമ്പം ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഭഗവാനെ എനിക്ക് നല്ലൊരു വർക്ക് വരണം, എനിക്കത് കിട്ടണം ഭഗവാനെ, ഞാൻ ആഗ്രഹിച്ചൊരു കഥാപാത്രമാണ് എന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല, ഞാനൊരു 10 പേരെ ചെന്ന് കണ്ടതുകൊണ്ട് കാര്യമില്ല. ഭഗവാന്റെ കാരുണ്യം കൂടി ഉണ്ടെങ്കിലേ എനിക്കത് കിട്ടും, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം നിശ്ചയമായിട്ടും വേണം. അത് നടക്കാൻ പോകുന്ന ആ ഒരു 10 മിനിറ്റ് മുമ്പേ പോയിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഭഗവാൻ നമുക്ക് തരും. അതിന് നമ്മൾ ഒരു ജന്മം മുഴുവൻ അദ്ദേഹത്തിന്റെ പിന്നാലെ പോകണം, അദ്ദേഹത്തെ അറിയണം, അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഭഗവാൻ നമുക്ക് അതിനുള്ള ഒരു കാരുണ്യം നമുക്ക് തന്നിരിക്കും. എല്ലാത്തരം ആധ്യാത്മിക പ്രക്രിയകളും ഒരേ വഴിയിലുള്ള വിജയത്തിന്റെ വിവിധ തട്ടുകൾ തന്നെ. ഏത് കാര്യങ്ങളായിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അത് ഒരേ തരത്തിലുള്ള വിജയത്തിന്റെ പല 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 തട്ടുകളാണ്. മനസ്സിലായില്ലേ? ആ തട്ടുകൾ നമ്മൾ കയറും തോറും ഭഗവാൻ അതിനുള്ള അനുഗ്രഹം നമുക്ക് തരും, തരാതിരിക്കില്ല. ഇന്ന് തോറ്റുപോയിക്കോട്ടെ, നാളെ ഒരു വിജയം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, അതിൽ യാതൊരു സംശയവും. ഉറപ്പായിട്ടും ഒരു ദിവസം ഒരു വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോവാം. അത് ഭഗവാൻ തരാതിരിക്കില്ല, നിശ്ചയമായിട്ടും തരും. ഇന്ന് നമ്മൾ എത്രയോ പേരുടെ മുമ്പിൽ തോറ്റ് തലകുനിച്ച് നിന്നോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാ വ്യക്തികളെയും ഭഗവാൻ കാലാകാലം തോൽപ്പിക്കില്ല. ഒരു വിജയം അത് ഭഗവാൻ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും തരാതിരിക്കില്ല. അതുകൊണ്ട് കൃഷ്ണാവബോധത്തിന്റെ പരിപൂർണമായിരിക്കുന്ന ഉന്നതിയിൽ എത്തുന്നത് വരെ എല്ലാ പരിശ്രമങ്ങളും അപൂർണ നിലയിലായിരിക്കും. നമ്മൾ എന്തെല്ലാം പരിശ്രമിച്ചാലും, നമ്മൾ കൃഷ്ണാവബോധത്തിൽ എത്തുന്നത് വരെ നമ്മൾ ചെയ്യുന്ന എന്തൊരു പരിശ്രമത്തിനും എന്താ പറയാ, ഒരു പൂർണ്ണത ഉണ്ടാവില്ല, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. നമ്മൾ എന്തൊക്കെ, ചില വ്യക്തികളുണ്ട് ഒരുപാട് ബിസിനസ് ചെയ്യും, പക്ഷെ അതൊന്നും ഒരു പച്ച പിടിക്കില്ല. എല്ലാം ഇങ്ങനെ ഒരു 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 അവസാനം നമ്മളായിരിക്കും എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ എന്തൊക്കെ ചെയ്ത് എല്ലാം നഷ്ടത്തിലായി. പക്ഷെ അതല്ല, കൃഷ്ണാവബോധത്തിൽ നമ്മൾ എത്തുന്നത് വരെ നമ്മൾ എവിടൊക്കെ തോറ്റാലും ശരി, അതെല്ലാം നമുക്ക് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. കൃഷ്ണാവബോധത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും നമ്മളെ തളർത്താനാവില്ല, ഒരാളെ കൊണ്ടും നമ്മളെ തോൽപ്പിക്കാനാവില്ല. ഭഗവാൻ നമ്മളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മളെ ആരൊക്കെ വേദനിപ്പിച്ചാലും, ഒറ്റപ്പെടുത്തിയാലും, വിഷമിപ്പിച്ചാലും നമ്മൾ അവരോട് പ്രതികരിക്കണ്ട, സൈലന്റായിട്ട് നിൽക്കുക. നമ്മൾ തല ഉയർത്തി നിൽക്കുന്ന ഒരു ദിവസം ഭഗവാൻ നമുക്ക് തന്നിരിക്കും, യാതൊരു സംശയവും, നിശ്ചയമായിട്ടും തന്നിരിക്കും. ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ വർക്ക് ഉണ്ടാകുമ്പോഴും ഞാൻ വർക്കില്ലാതിരുന്ന ദിവസങ്ങളുണ്ട്. അതേപോലെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കഥാപാത്രങ്ങൾ ഒട്ടും ആപ്റ്റ് ആവാത്ത പലരും ചെയ്യുമ്പം അത് ഞാൻ ചെയ്താൽ പെർഫെക്റ്റ് ആയേനെ, അല്ലാതെ ചിലവർ പറഞ്ഞിട്ടുണ്ട് അയ്യോ അത് അമ്പിളിക്ക് കറക്റ്റ് ആയേനെ അമ്പിളി എന്ന് പറഞ്ഞ സമയങ്ങളുണ്ട്. അപ്പോഴും കിട്ടാതെ പോയിട്ടുണ്ട്. ഒരുപാട് വേദനിച്ച സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക ചെയ്തു, അല്ലെ? ക്ഷമയോടെ കാത്തിരുന്ന് 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 ഭഗവാൻ അവസാനം നമുക്ക് തന്നു. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും ഭഗവാൻ നമ്മളെ കാത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഒന്നായിരിക്കും, പക്ഷെ ഭഗവാൻ തരുന്നത് 100 ആയിരിക്കും.
അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ക്ഷമയോടെ ജീവിതത്തിൽ കാത്തിരിക്കുക. നമ്മളൊരിക്കലും ജീവിതത്തിൽ തോറ്റുപോകുന്നു ചിന്തിക്കരുത്. ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. ആ വിശ്വാസത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോയാലേ നമുക്ക് ജീവിതത്തിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കും. അല്ലാതെ നമ്മൾ കിടന്നിട്ട് കുറേ വെപ്രാളം കൂട്ടിയിട്ടോ, കുറേ ടെൻഷൻ അടിച്ചിട്ടോ, കുറേ വിഷമിച്ചിട്ടോ, കുറേ കരഞ്ഞിട്ടോ, സ്വയം നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും പ്രയോജനമില്ല. അതിലൊന്നിനും യാതൊരു അർത്ഥമില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും അതൊരു അപൂർണമായിരിക്കും. പക്ഷെ കൃഷ്ണാവബോധത്തിൽ എത്തിയിട്ട് ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് വിജയമായിരിക്കും. കൃഷ്ണാവബോധം ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അത് തെറ്റായിപ്പോവും, അത് വിജയിക്കില്ല. കൃഷ്ണാവബോധത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് വിജയത്തിലേക്ക് തന്നെ എത്തും. ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്, അഘാമാ സർവഘാമോ വാ മോക്ഷകാമ ഉദാരീദിഹ ത്രിവേണാ ഭക്തിയോഗേന യശതേ പുരുഷം വരം. ഇത് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന ഒരു ശ്ലോകമാണ്. അകാമനാകട്ടെ, അതായത് കാമമില്ലാത്തവർ ആരാണ്? ഭക്തർ. അങ്ങനെയുള്ള ഭക്തരാവട്ടെ, പലതിലും കാംക്ഷയുള്ളവനാകട്ടെ. ഇനി അകാമം, അതായത് കാമമില്ലാത്ത ഭക്തരെ പോലെയുള്ളവരും, കാമമുള്ള ഭക്തിയില്ലാത്തവരാവട്ടെ, അവരാണെങ്കിലും ശരി, മുമുക്ഷു ആവട്ടെ, ഏതൊരാളും തീവ്രമായ ഭക്തിയോടെ, നല്ല അടിയുറച്ച ഭക്തിയോടെ കൃഷ്ണാവബോധത്തിൽ എത്തിക്കുന്ന പരിപൂർണത നേടാൻ വേണ്ടി പരംപുരുഷനായ കൃഷ്ണ ഭഗവാനെ ആരാധിക്കുകയാണ് വേണ്ടത്. അതാരുമായിക്കോട്ടെ, ഭക്തനാവട്ടെ, ഭക്തി ഇല്ലാത്തവരായിക്കോട്ടെ, മറ്റുള്ളവരായിക്കോട്ടെ, അല്ലാത്തവരായിക്കോട്ടെ, സന്യാസി വര്യന്മാരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിക്കോട്ടെ, നല്ല ഉറച്ച കൃഷ്ണാവബോധത്തിൽ തന്നെ മുന്നോട്ട് പോവാം. ഞാൻ ലൊക്കേഷനിൽ പോകുമ്പോൾ ക്ലിക്കറും കൊണ്ടുപോയിട്ട് പലരും എന്നോട് ചോദിച്ചിരുന്നു, ഇത് എന്താന്ന്, എന്നാ പண்றீங்க നീങ്ക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ നീങ്ക ജപം പண்றீங்க? അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന കാര്യമാണ്, അത് ചെയ്താൽ എന്താ കിട്ടുക? ഞാനതിന് ആൻസർ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ഇരിക്കുന്ന ആ ഒരു റൂം എന്ന് പറയുന്നത്, എല്ലാവരും അവിടെ ഇരുന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടും? ഞാൻ പറയാം, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. അങ്ങനെ ഞാൻ 10 ക്ലിക്കർ കൊടുത്തു. പിന്നെ ആ റൂം ഭയങ്കര സൈലന്റ് ആണ്. കാരണം നമുക്ക് വെയിറ്റ് ചെയ്യാൻ തരുന്നത് ഒരു AC റൂമാണ്. അവിടെ ഇരുന്നിട്ട് ഭയങ്കര സൈലൻസിൽ എല്ലാവരും ജപിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സീനാവുമ്പം അസിസ്റ്റന്റ് ഡയറക്ടർ വന്ന് നമ്മളെ വിളിക്കും. എന്തൊരു പീസ്ഫുൾ ആയിരുന്നു എന്നറിയാം. അവിടെ ഞങ്ങൾ ഒരു 7-8 പേര് ഇരുന്ന് സ്വസ്ഥമായിട്ട് ജപം തുടങ്ങി. എന്തൊരു രസമായിരുന്നു എന്നറിയോ. ആ ലൊക്കേഷനിലുള്ളവർ എന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കും, വേറൊരു ഫീലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറൊരാളെ സീൻ എടുക്കുമ്പോൾ നമ്മൾ വെറുതെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കും, വെറുതെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് വേറെ ഒരു ഫീലായിരുന്നു കേട്ടോ, നിങ്ങൾ പറഞ്ഞെന്ന ആ മന്ത്രം. അപ്പം അത് ജപിച്ചിങ്ങനെ ഇരിക്കുമ്പം ഒരു ഒരു ആനന്ദം കിട്ടുന്നു നമ്മുടെ ഉള്ളില്. അപ്പം അതില് നല്ലൊരു ആനന്ദമുണ്ട് ജപത്തില്. ആ ഒരു സുഖം നമുക്ക് ഭയങ്കര രസമാണ്. ഇപ്പൊ എനിക്ക് തമിഴ് ഗീത എത്ര ഓർഡർ വന്നു എന്നറിയാം. ഞാൻ നിങ്ങൾ വായിക്കൂ. ലൊക്കേഷനിൽ ഞാനും ഗീത കൊണ്ടുപോകാറുണ്ട്. ഏതെങ്കിലുമൊക്കെ ബുക്കും കൊണ്ട് ലൊക്കേഷനിലേക്ക് പോകും. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് എൻ്റെ സീൻ എടുത്ത് കഴിയുമ്പോൾ ചില സമയത്ത് ഇരിക്കാൻ സമയം തരൂല, നിന്നെടുത്ത് തന്നെ നിന്ന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം. അങ്ങനെയുണ്ട്. എന്നാലും എവിടെയെങ്കിലുമൊക്കെ ഒരു 1/2 hour ഒക്കെ സമയം കിട്ടും. അപ്പൊ വായിക്കും, ജപിക്കും, ഒരു സമാധാനം കിട്ടും. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സമയം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃഷ്ണാവബോധത്തിലേക്ക് ഉയരാൻ വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരിശ്രമങ്ങളും വിജയിക്കും. എന്ത് കാര്യം ചെയ്താലും വിജയിക്കും. കൃഷ്ണാവബോധത്തിലേക്ക് ഉയരാനല്ല ശ്രമിക്കുന്നത്, ഭൗതികമായ പല പല കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തി നമ്മളിങ്ങനെ സമയം കളയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മുരടിച്ചു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പം കൃഷ്ണാവബോധത്തിലേക്ക് ഉയർന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോവാം. കഴിയുന്നത്രയും സമയം കൃഷ്ണാവബോധം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. മതിയോ? നാളെ എടുത്താൽ മതിയോ? ബാക്കി രാത്രി മഹാഭാരതം തരാം, കഥ പറഞ്ഞുതരാം. 12:30 എനിക്ക് ഡബ്ബിങ്ങിന് പോകാനുണ്ട്. മതിയോ ക്ലാസ്? ഹാപ്പി ആണോ എല്ലാവരും? റിപ്ലൈ തരൂ, എന്നിട്ട് വേണം എനിക്ക് പോകാൻ. ഹാപ്പി ആണോ? അല്ലേ? സ്ലോ കണക്ഷൻ. ഓക്കെ. സുധി പറയണോ ഓക്കെ എന്ന്, സുശീലാമ്മ പറയണോ ഓക്കെ എന്ന്. സുധിയുടെ അമ്മയ്ക്ക് സുഖമായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നാട്ടിൽ പോകുമ്പോൾ ഞാൻ വരാം, വീട്ടിൽ വന്ന് കാണാം അമ്മേ. ഹാപ്പി.
അമർ പറയുന്നു ഹാപ്പി എന്ന്. സുശീല മാതാജി ഹാപ്പി എന്ന് പറയുന്നു. ശുഭ മാതാജി ഹാപ്പി എന്ന് പറയുന്നു. വന്ദന മാതാജി, അഞ്ജു മാതാജി, പ്രസന്ന മാതാജി, ശ്രീകല മാതാജി. അമ്മ സുഖമായിരിക്കുന്നു. ഭഗവാന്റെ കാരുണ്യം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നും പ്രാർത്ഥിച്ചു. വരാം ഒരു ദിവസം വീട്ടിലേക്ക്, കോഴിക്കോട് പോകും. ഹാപ്പി ഹാപ്പി ഹാപ്പി, സന്തോഷം. എന്നാ ഞാൻ പൊക്കോട്ടെ. രാത്രി ക്ലാസ്സിൽ കാണാം, മഹാഭാരതം കാണാം. കുറെ നാളായില്ലേ മഹാഭാരതം കഥയൊക്കെ കേട്ടിട്ട്. നോമ്പാണ്, അപ്പൊ ഒരുപാട് സമയം എടുക്കാനും ടയർഡായിപ്പോ. കാണാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവന പരിവേഷൻ കി ജയ്. ഓക്കെ, രാത്രി 8:30 മണിക്ക് പോരെ? 8:30 പോരെ? 8:30 ആകുമ്പോഴേക്കൊക്കെ ഞാൻ എത്തും.